ഹായ് ഫ്രണ്ട്സ്, ലാൽസിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത പൂത്തോട്ടങ്ങളിൽ ഒന്നാണ് മരുഭൂമിയായ ദുബായിൽ സ്ഥിതി ചെയ്യുന്ന മിറാക്കിൾ ഗാർഡൻ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 15 കോടിയിലേറെ പൂക്കൾ ഉപയോഗിച്ചാണ് ഈ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഫ്ലവർ ഗാർഡൻ എന്നാൽ റെക്കോർഡ് ലഭിച്ചിട്ടുള്ള ഒരു പൂന്തോട്ടമാണിത്. ദുബായിലെ മിറാക്കിൾ ഗാർഡൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടു കാണുമല്ലോ. കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് കയറി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. ദുബായ് ഒരു മരുഭൂമിയായിട്ടും ഇവിടെ ആയിരക്കണക്കിന് ഇനത്തിലുള്ള പൂക്കൾ വളർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് ഇവിടെ പൂന്തോട്ടം സംരക്ഷിക്കുന്നത്. പൂക്കൾ കൊണ്ട് നിർമ്മിച്ച എമിറേറ്റ്സ് എയർ 380 വിമാനത്തിൻ്റെ മോഡൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഇൻസ്റ്റലേഷൻ എന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഹൃദയാകൃതിയിലുള്ള ടണൽ, ഫ്ലോറൽ കാസ്റ്റിൽ, കാർട്ടൂൺ കഥാപാത്രങ്ങൾ എല്ലാം കാണാൻ അതിമനോഹരമാണ്. 25 കോടിയിലധികം ചെടികൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ വർഷവും ഗാർഡൻ തുറക്കുമ്പോൾ പുതിയ ഡിസൈനുകളും അലങ്കാരങ്ങളും ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ സന്ദർശകരും പുതിയ അനുഭവം തന്നെയായിരിക്കും ഓരോ വർഷവും. മരുഭൂമിയിൽ ചൂടായതിനാൽ ശീതകാലത്ത് മാത്രമാണ് ഇത് തുറന്ന് പ്രവർത്തിക്കുന്നത്. അതായത് നവംബർ തൊട്ട് ഏപ്രിൽ മാസം വരെയാണ് സന്ദർശകർക്ക് തുറക്കുന്നത്. ഫ്ലവർ കൊണ്ട് ഒരു ക്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നു. കാസ്റ്റലുകളുണ്ട്, മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപമുണ്ട്, ഡാൻസിങ് ലേഡിയുണ്ട്. എല്ലാം കണ്ടാലും മതി വരാത്ത മനോഹരമായ ഡിസൈനുകളാണ്. 2013 ഫെബ്രുവരി 14 അതായത് വാലന്റൈൻസ് ഡേയിലാണ് പൊതുജനങ്ങൾക്കായി ഇത് തുറന്നു കൊടുത്തത്. ആരംഭത്തിൽ 72,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഇത് ഒരുക്കിയിരുന്നത്. ടോട്ടൽ ഏരിയ ഏകദേശം 18 ഏക്കറോളം വരും. മരുഭൂമിയിലെ ചൂട് കാരണം പുലർച്ചെയും രാത്രിയിലുമാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്നത്. കാണാൻ കഴിയാത്ത അനവധി പരിശ്രമങ്ങളുണ്ട്.
ഓരോ പൂവും വിരിയാൻ നൂറുകണക്കിന് കൈകളുടെ അധ്വാനം ആവശ്യമാണ്. ഇതിൻ്റെ യഥാർത്ഥ ഭംഗി വന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് വന്ന് കാണാൻ ശ്രമിക്കുക. മിറാക്കിൾ ഗാർഡൻ്റെ വീഡിയോകൾ ഞാൻ നേരത്തെ ഇട്ടത് നിങ്ങൾ കയറി കാണുമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.